നമസ്കാരം. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം ഞാനിവിടെ ഹാജർ വെച്ചിട്ടുണ്ട്. ശാലിനി നോക്കിയേ, സ്പോട്ട്ലൈറ്റിൽ ഒരു ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ചോദ്യങ്ങൾ പടപടേന്ന് വരെ. കാരണം എന്താ, എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കുന്ന ഗസ്റ്റിന്റെ അടുത്ത് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കണേ. വേറൊന്നും കൊണ്ടല്ല, ആളെനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. നമസ്കാരം ഉണ്ട്, എന്തെങ്കിലും ഇരിക്കണേ? നമസ്കാരം ശാലിനി. നമസ്കാരം എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നമസ്കാരം. ശാലിനി പറഞ്ഞത് ശരിയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് എനിക്ക് യു മേഡ് മീ കംഫർട്ടബിൾ. ഐ ഡോണ്ട് നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഫോർ യു ടു. ബാക്കി ഞാൻ പറയാൻ പോവാ. എന്റെ വക യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കരുത് കേട്ടോ. പ്രയാഗ മാർട്ടിൻ, വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു സോ മച്ച് ശാലിനി. 2016 ഭാഗ്യനായിക, ഹിറ്റ് നായിക ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പേര് തന്നെ ആയിരിക്കുമല്ലേ പറയാ? അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയണം. പക്ഷെ ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഏതൊരു ആർട്ടിസ്റ്റും കേൾക്കാൻ കൊതിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു സൂപ്പർ ഹിറ്റിന്റെ ഭാഗമാവാന്നൊക്കെ പറയുന്ന ഏതൊരു ആർട്ടിസ്റ്റും, ബീറ്റ് ലേഡി ആക്ടർ, ബീറ്റ് ആക്ട്രസ്, ആക്ടർ, ആരായാലും കൊതിക്കുന്ന ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു സൂപ്പർ ഹിറ്റിന്റെ ഭാഗമാവാന്നുള്ളത്. ഇതൊക്കെ തന്നെ എല്ലാ ഇന്റർവ്യൂസിലും പറയണല്ലേ? സ്പോട്ട്ലൈറ്റിൽ എല്ലാ ഇന്റർവ്യൂവിലും പറയണ്ട കേട്ടോ. വന്ന് പരിചയമുള്ളതാണല്ലോ സ്പോട്ട്ലൈറ്റില്. പിന്നെന്താ, പ്രയാഗയുടെ ആദ്യത്തെ റേഡിയോ ഇന്റർവ്യൂ സ്പോട്ട്ലൈറ്റ് അല്ലേ? പിന്നെ തീർച്ചയായും സ്പോട്ട്ലൈറ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അതെ, ഇപ്പൊ പഠിച്ചു കുട്ടി, പറയാനൊക്കെ വർത്താനം പറയാൻ പഠിച്ചു. നമുക്കതാ തുടങ്ങിയാലോ? നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ ഒരു 7 മാസം മുന്നേ അല്ലേ? അതെ ശാലിനി, 7 മാസം മുമ്പാണ്. ഒരു മുറേ വന്ന് പാർത്തായ എന്ന മൂവിക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് സ്പോട്ട്ലൈറ്റിൽ വന്നപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ശരി, അന്ന് വന്ന പ്രയാഗയും ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന പ്രയാഗയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് ഒരു വ്യത്യാസവും ഞാനായിട്ട് എന്റെ ജീവിതത്തിൽ വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാതെ ഇപ്പൊ എന്ത് മാറാനുണ്ടോ? പൊക്കം വെച്ചു. കുറെ പേര് പറഞ്ഞു ഞാൻ പൊക്കം വെച്ചു എന്ന്. ഹീൽസ് ഇല്ല, നമുക്ക് കണ്ട ഞാൻ ഇന്ന് സൂപ്പർ ഫ്ലാറ്റ്സിലാണ് വന്നിരിക്കുന്നത്. ഞാൻ പൊതുവെ വളരെ ഭയങ്കര ടോൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ പൊക്കം വെച്ചു എന്ന് പറയുമ്പോ വല്ലാത്ത സന്തോഷം തോന്നും. ആണല്ലേ? ഇനി തള്ളു നിർത്തിയിട്ടുള്ള കാര്യം പറ. വേറെ മാറ്റങ്ങളൊന്നുമില്ല ശാലിനി. പിന്നെ സമയം, നല്ല മൂവീസ് ചെയ്യാൻ പറ്റുന്നോണ്ട്, ബാക്ക് ടു ബാക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നോണ്ട് അതൊരു അനുഗ്രഹമാണ്. പിന്നെ കോളേജ് ഉണ്ട് എനിക്ക് പാരലൽ ആയിട്ട്. പഠിത്തമൊക്കെ നടക്കണില്ലേ? പിന്നെ പാരലൽ സ്റ്റഡീസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സിനിമയുടെ ഒപ്പം തന്നെ ഞാൻ എന്റെ കോളേജ് റെഗുലർ ഡിഗ്രി കോഴ്സാണ് എന്റേത്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സെയിന്റ് തെരേസസിൽ. അപ്പൊ അതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അന്ന് വന്നപ്പോ സെക്കൻഡ് ഇയർ ആയിരുന്നു, ഇപ്പൊ ഫൈനൽ ഇയർ ആയി. അങ്ങനെ ഒരു മാറ്റമുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ കണ്ട മാറ്റങ്ങൾ എന്തൊക്കെ അറിയോ? അന്ന് പ്രയാഗ മാർട്ടിൻ ഇവിടെ സ്പോട്ട്ലൈറ്റിൽ വരുമ്പോ പ്രയാഗയുടെ പേജ് ലൈക്സ് 50,000 ആയിരുന്നു. ഇപ്പൊ 2 ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതെ. പിന്നെ അന്ന് കൃത്യസമയത്ത് വരാൻ പറഞ്ഞപ്പോ അരമണിക്കൂർ നേരത്തെ വന്നു. ഇന്ന് കൃത്യസമയത്ത് അങ്ങനെ പറയുന്ന ഈ കേൾക്കുന്നവർ വിചാരിക്കും ദൈവമേ ഈ കുട്ടി 7 സിനിമയിൽ അഭിനയിച്ചുള്ള അഹങ്കാരമായിരുന്നത്. അങ്ങനെ ആരും വിചാരിക്കരുത്. ഇന്ന് ഞാൻ പെടുത്തി കള്ളി എക്സ്പ്ലനേഷൻ. ഇന്ന് ആക്ച്വലി സമയത്തിന് എന്നോട് വരാൻ പറഞ്ഞു, ഇന്ന സമയം, അപ്പൊ ആ കൃത്യ സമയത്തിന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശാലിനി ഞാൻ 15 മിനിറ്റ് മുൻപേ വന്നാൽ കുഴപ്പമുണ്ടാവോ, അല്ലെങ്കിൽ ഒരു 5 minutes ഏർലി വന്നാൽ കുഴപ്പമുണ്ടാവോ, ഞാൻ നേരത്തെ വന്നിരുന്നോട്ടെ ചോദിച്ചപ്പോ എന്നോട് പറയാ പറ്റില്ല, ഞാൻ പറഞ്ഞ സമയത്തിന് 1 മിനിറ്റ് മുൻപ് വന്നാൽ പോലും പ്രയാഗ ഞാൻ ഇവിടെ കേട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു ശരി എന്നാ പിന്നെ കുറച്ച് വൈകിയേക്കാന്ന് പറഞ്ഞ് വൈകിയത് മാത്രമാണ്. ആൾക്കാരൊക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പൊ എവിടെ പോയാലും നമ്മളുടെ അടുത്ത് വന്ന് ആന്റീസും അങ്കിൾസും എല്ലാവരും ബീറ്റ് കിഡ്സ് പ്രയാഗ മാർട്ടിനല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷം. അപ്പൊ മോൾസിലൊക്കെ പോകുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ റോഡിലൊക്കെ ഇറങ്ങി നടക്കാനായിട്ട്? എന്ത് ബുദ്ധിമുട്ട്. നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ഈ റെക്കഗ്നിഷൻ എന്നൊക്കെ പറയുന്ന ഒരു ബോണസ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഇതാണ് നമ്മൾ സെൽഫി എടുക്കാന്നൊക്കെ ഉള്ളത്, അതിലൊക്കെ ഒരു പാട്ടാവാറുണ്ട്. പിന്നെ ചിലപ്പോ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ മാത്രമേ കോസ്റ്റ്യൂംസ് നമ്മൾ റിവീൽ ചെയ്യാതിരിക്കാൻ, അതുകൊണ്ട് മാത്രമേ നമുക്ക് സെൽഫീസിനോട് നോ പറയേണ്ട അവസരം വരുന്നുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഐ ഡു കോപ്പറേറ്റ്. പിസാസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ സംഭവം, ഈ തിരിച്ചറിയലൊന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ പ്രതീക്ഷയിരുന്നോ സ്ഥലത്തൊക്കെ പോകുമ്പോ എന്നെ ആരെങ്കിലും തിരിച്ചറിയുന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, പ്രതീക്ഷയില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് പ്രിറ്റി ഒബ്വിയസ്. തമിഴ് മൂവിയാണ്, മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ എന്നെ അത്രയും പോപ്പുലർ ആക്കിയിട്ടില്ലായിരുന്നു പിസാസ്. പക്ഷെ ഇവിടെ പൊടിമീശ മുളയ്ക്കണ കാലം ഹിറ്റായി, പിന്നെ ഒരു മുറേ വന്ന് പാർത്തായി ചെയ്തു, അതിനുശേഷം കട്ടപ്പന ഹിറ്റായി. ഇപ്പൊ കട്ടപ്പന ശരിക്കും എന്റെ കരിയറിൽ എനിക്കൊരു ബ്രേക്ക് തന്നെ തന്നു. അതിനുശേഷമാണ് പുറത്തിറങ്ങുമ്പോ നമുക്ക് ഈ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടുന്നത് നല്ലോണം. ഇപ്പൊ എത്ര
എത്ര 5 സിനിമ അല്ലെ ഈ ഒരു വർഷം മാത്രം 2016 മാത്രം 6 സിനിമ, അതായത് 5 സിനിമ ഞാൻ അഭിനയിച്ചു. 5ാമത്തെ ഇപ്പൊ റിലീസ് ആവാൻ പോണു ഫുക്രി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സൈൻ ചെയ്തിരിക്കുന്ന പടം രാമലീല അലോങ് സൈഡ് ദിലീപ് ഏട്ടൻ. അപ്പൊ ഈ വർഷം തന്നെ 6 പടായി സൂപ്പർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രയാഗ. അങ്ങനെയൊക്കെ പറയാൻ പോകും. ഇപ്പൊ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ആയോ? ആരെങ്കിലും വന്നിരുന്നോ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിക്കോട്ടെ മാഡം? ഇങ്ങനെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ്, പാലക്കാട് നിന്നാണ്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഫാൻസ് അസോസിയേഷൻ വല്ലയിടത്തൊക്കെ തുടങ്ങിയതായിട്ട് അറിവുണ്ടോ? ഉള്ളതായിട്ട് അറിവുണ്ട്. എത്ര എണ്ണം? അതൊന്നും എണ്ണിട്ടൊന്നും ഇല്ല. ഞാൻ അടുത്താണോ ഏത് സിനിമ കഴിഞ്ഞതിന് ശേഷം ഫാൻസ് അസോസിയേഷൻ ഒക്കെ? ഒരു മുறை ഡെഫിനറ്റ്ലി ഒരു മുறை വന്ന് പാർത്തായ എനിക്ക് ബോക്സ് ഓഫീസിൽ അതൊരു ദോ ഇറ്റ് ഡിഡ്ന്റ് മേക്ക് എ മാർക്ക്. എന്റെ ഫസ്റ്റ് ഡെബ്യൂ ആയിരുന്നു. ഡെബ്യൂ ശരിക്കും പറഞ്ഞാൽ പാവയാണ്, പക്ഷെ അത് റിലീസായത് ഒരു മുറയ്ക്ക് ശേഷമാണ്. ഒരു മുறை വന്ന് പാർത്തായ എന്ന് പറയുന്നത് ഫുൾ ഓൺ എന്റെ ഷോൾഡേഴ്സിലായിരുന്നു. ആ ഒരു ഹീറോയിൻ സെന്ററിക് ആയിരുന്നു. ഫാൻസ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ അതോ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകാനൊക്കെ തുടങ്ങിയപ്പോ? ഇനോഗ്രേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. എത്ര ഇപ്പൊ? ഇല്ല എണ്ണീട്ടില്ല ഞാൻ. ഇനിയിപ്പോ ശാലിനി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഓർത്ത് ആലോചിച്ചെടുത്ത് അയ്യോ ഒരിക്കലും ഇല്ല. 50 ഒരിക്കലും ഇല്ല. നോ, 10ൽ കുറഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കെഡ്യൂളും ടൈമിങ്ങും നമ്മുടെ ഒരു ഇതും കൂടെ നോക്കണമല്ലോ. ഇപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്ക് എനിക്ക് ഇനോഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ക്യാൻസൽ ചെയ്ത് പോകാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. ഹാപ്പി ലൈഫ് ആണ്. ഓഫ് കോഴ്സ് യെസ്, ഹാപ്പിയാണ് ശാലിനി. ഇപ്പൊ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ പ്രയാഗയുടെ പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു മാഗസീൻസ് ഒക്കെ വളരെ കുറവാണല്ലോ. എല്ലാത്തിന്റെയും കവർ പേജ് ആണല്ലോ. നടന്ന ഫോട്ടോഷൂട്ടാണോ? എനിക്കിഷ്ടാണ്. ശാലിക്ക് അറിയില്ലേ, ഞാൻ മാഗസീൻ കവറിലൂടെ വന്നാണ് എന്റെ സ്റ്റാർട്ട്. അതാണ് കവർ പേജ് കോntest വിൻ ചെയ്ത് അങ്ങനെ കവർ ഗേൾ ആയി വന്ന ആളാണ് ഈ ഞാൻ. അപ്പൊ എനിക്ക് എന്തോ ഫോട്ടോഷൂട്ട്സിന് വിളിക്കുമ്പോ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. എനിക്ക് ഫോട്ടോഷൂട്ട്സ് ചെയ്യുമ്പോ ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. ഭയങ്കര എനർജിയാണ്. എനിക്ക് പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് തോന്നി. കാരണം ഇവിടെ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴും പെട്ടെന്നൊരു ചിരിയായിരുന്നു. ഈ വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് ഫോട്ടോ പെട്ടെന്നൊരു ചിരി. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അതെന്തോ ഇൻസ്റ്റന്റ്ലി അങ്ങനെ ആയി പോകുന്നതാണ്. അല്ല, ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോ മേക്കപ്പും ഒക്കെ തനിയെ. പിന്നെ ഫോട്ടോഷൂട്ടിന് ഞാൻ അങ്ങനെ സജഷൻസ് ഒന്നും കൊടുക്കാറില്ല. ബിക്കോസ് അവർക്കറിയാം കവറാണ് വരേണ്ടത്. അപ്പം കവറ് വരുമ്പം അതിന് പ്രത്യേകതരം മേക്കപ്പ് ആയിരിക്കും, കുറച്ചും കൂടി പ്രസന്റബിൾ ആയിരിക്കും. പൊതുവേ നമ്മളൊരു പിക്ചർ എടുക്കുമ്പോൾ എത്രത്തോളം പ്രസന്റബിൾ ആണോ നമ്മൾ അതിലും ഒരു ഇത്തിരി എക്സ്ട്രാ ഒരു പൊടിക്ക് മേലെ ആയിരിക്കണം കവർ എപ്പോഴും. ഇറ്റ് ഷുഡ് ക്യാപ്ചർ യുവർ അറ്റൻഷൻ. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ കവറുകളായിട്ട് വന്നിട്ട് കുറെ പേര് സ്പോട്ട് ചെയ്തിരുന്നു തന്നെ, ഈ കുട്ടി കൊള്ളാലോ. അങ്ങനെ എനിക്ക് കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഐ നോ ദ വാല്യൂ ഓഫ് ബീങ് ഓൺ ദ കവർ. ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ഫോട്ടോജനിക്കാന്ന് എല്ലാവരും പറയാറുണ്ടോ? ഈ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും പറയൂ. എല്ലാരും എന്ന് പറഞ്ഞാ പൊതുവെ അങ്ങനത്തെ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാരും എന്താ പറയാ, ഏത് ഫീച്ചറാ കൂടുതൽ നല്ല? ചിലർ പറയില്ലേ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. ഏതാ? എന്റെ ഐസ് തന്നെയാ. എനിക്ക് ആക്ച്വലി വലിയ അറിവുണ്ടായിരുന്നില്ല എന്റെ കണ്ണുകൾ നല്ലതാണെന്ന്. പക്ഷെ മൂവീസിൽ വരാൻ തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ മാഗസീൻ കവേഴ്സ്, അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ആൾക്കാർ എന്നോട് പറയുമ്പോഴാണ് ഞാനും അവെയർ ആവുന്നത്. ഓക്കെ, കണ്ണുകൾ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫീച്ചേഴ്സ് കണ്ണുകൾ തന്നെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് ഒന്ന് ചിരിയാണ്. ആണോ? ഇപ്പൊ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറെ പേര് എന്റെ ചിരിക്കും കോംപ്ലിമെന്റ് തരാറില്ല. ആരെങ്കിലും ഒക്കെ മൂക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ? മൂക്ക് ഇൻഡസ്ട്രിയിലെ ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നിന്റെ മൂക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ലോങ് നോസ് ആണ്. ചെവിയോ? ചെവി എന്റെ അപ്പ പറഞ്ഞിട്ടുണ്ട് നല്ലതെന്ന്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുറന്ന് സംസാരിക്കണം, പ്രയാഗ ഒട്ടും പിടിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തുറന്നു പോവും, ഓപ്പൺ ആവും. സിനിമയിൽ നായികയാവാൻ അത്യാവശ്യം വേണ്ടത് സൗന്ദര്യം, ഗോഡ്ഫാദർ. സൗന്ദര്യം. പ്രയാഗയ്ക്ക് ഇല്ലാത്തത് അഹങ്കാരം, ജാട. രണ്ടും ഒന്നല്ലേ? അഹങ്കാരവും ജാട രണ്ടാ. ആണോ? എനിക്കില്ലാത്തത് അഹങ്കാരം. ജാടയുണ്ട് അത്യാവശ്യത്തിന്. അല്ല, എടുക്കേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ ജാട എടുക്കാറുള്ളൂ. എല്ലാവരുടെ അടുത്തൊന്നും എടുത്തു കഴിഞ്ഞാൽ എപ്പൊ ഞാൻ ഇൻഡസ്ട്രിന്ന് ഔട്ടായി ചോദിച്ചാൽ മതി. പ്രയാഗയ്ക്ക് ഉള്ളതോ കോമൺ സെൻസ്, ഹ്യൂമർ സെൻസ്? കോമൺ സെൻസ്. സിനിമയിൽ പാടാൻ എനിക്ക് ഇഷ്ടമാണ്. യെസ് ഓർ നോ? യെസ്. സീരിയസ്ലി? ഇപ്പൊ യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ മാത്രല്ലേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടമാണ് എങ്കിലും കിട്ടിയാൽ ഒരു കൈ നോക്കാത്രേ ഉള്ളൂ. പാടുവോ? അപ്പൊ പാടൂന്ന് വെച്ചാല് ശാലിനി നല്ല ശബ്ദമാണ്, അതുകൊണ്ടാ ചോദിക്കണേ. പാടുന്ന കാര്യത്തിൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. അതിലും കുറച്ച് കോൺഫിഡൻസ് എനിക്ക് ആക്ടിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സീരിയസ് ഡിസിഷൻ എടുത്തത്. ആക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ തെരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത് അതുകൊണ്ടാണ്. പാട്ടിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും മൂളൊക്കെ ചെയ്യും അത്യാവശ്യത്തിന്. സിനിമയില് ഈ സ്റ്റാർ പാടിയത് കണ്ടിട്ടാണ് എനിക്കും പാടാൻ മോഹം വന്നത്. ഏത് സ്റ്റാർ? അങ്ങനെ ഒരു സ്റ്റാർ ഇല്ല. ഞാൻ
ഞാൻ കുറെ സ്റ്റാർസ് പാടുന്ന കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഒച്ചയൊന്നും അല്ലല്ലോ എനിക്ക്. അപ്പം അവര് പാടിയതുകൊണ്ട് എനിക്ക് പാടാം എന്നുള്ളൊരു ഇത് തോന്നിയിട്ടില്ല. ശരി, സ്ക്രീനിൽ സ്വയം കാണുമ്പോൾ ചളിപ്പ് തോന്നുന്നത് റൊമാൻസ് ചെയ്യുമ്പോ, സെൻഡ് ചെയ്യുമ്പോ, ഹ്യൂമർ ചെയ്യുമ്പോ? സെൻഡി ചളിപ്പാണ്. ഇപ്പൊ ചോദിച്ചപ്പോ 3 എനിക്ക് തോന്നുന്നു അതായിരിക്കും. സിനിമ ഇൻഡസ്ട്രിയിൽ ഫ്ലോട്ടിംഗ് ഉണ്ട്, യെസ് ഓർ നോ? ഐ ഡോണ്ട് നോ. യെസ് ഓർ നോ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ ഡോണ്ട് നോ. ബിക്കോസ് എന്റെ അടുത്ത് ആരും അങ്ങനെ അപ്രോച്ചിൽ എന്റെ അടുത്ത് ആരും ഇതുവരെ വന്നിട്ടില്ല. എന്നെ സിനിമയിൽ നായികയാക്കാനുള്ള കാരണം അഭിനയ തികവ്, സൗന്ദര്യം, എന്റെ കോണ്ടാക്ട്സ്. ഇതുവരെ എനിക്ക് സിനിമകൾ തന്ന ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സും തന്ന ഡയറക്ടേഴ്സിനോടും ടീമിനോടും ഞാൻ ഇത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് സ്വയം തോന്നിയിട്ടില്ല. സ്വയം ഇതിനൊരു ഉത്തരം പറയേണ്ട കാര്യം അല്ല, പറയാൻ എനിക്ക് പറ്റില്ല. ആക്ച്വലി ഞാനല്ലല്ലോ ഇത് പറയണ്ടേ. ഞാൻ പറഞ്ഞു വല്ല അബദ്ധം ആയാലോ? അതെ, അതാണ് സത്യം. അല്ലെങ്കിൽ ഞാനൊരു അബദ്ധം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ RJ ശാലിനിയുടെ. ഞാൻ ഇനി ഒരു സ്റ്റേറ്റ്മെന്റാ പറയാൻ പോണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സ്റ്റേറ്റ്മെന്റിന് പ്രയാഗ ഉത്തരവാദിയല്ല, എന്നാലും പ്രയാഗിനെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് സമർത്ഥിക്കുക. ദൈവമേ, സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക് ബുദ്ധിയില്ല, സമർത്ഥിക്കുക. കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ ധർമ്മജൻ പറഞ്ഞ ഡയലോഗ്. ഇതിനെ കുറിച്ച് ഞാൻ ധർമ്മജനോട് ചോദിച്ചപ്പോ സമർത്ഥമായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിട്ടാ. ഇനിയിപ്പോ പ്രയാഗ സമർത്ഥിച്ചോളൂ. ധർമ്മേട്ടൻ ചോദിച്ചപ്പോ തന്നെ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞില്ലേ? കാരണം ധർമ്മേട്ടൻ അറിയാം ഞാൻ സൗന്ദര്യം ഉണ്ടെങ്കിലും എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ധർമ്മേട്ടൻ അറിയാം. ഇപ്പം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയില്ലേ, അത് രണ്ടിന്റെ മിക്സ് ആണ്. രണ്ടിന്റെ മിക്സ് തന്നെയാണ് എവിടെയും നല്ല അക്സെപ്റ്റൻസ് കിട്ടുന്നതും. സൗന്ദര്യം ഒരു ക്വാളിറ്റി ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ബ്ലെസ്ഡ് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, നിന്റെ സൗന്ദര്യം നിനക്കൊരു ബ്ലെസ്സിങ് ആണെന്നൊക്കെ പറയില്ലേ. അതിനോടൊപ്പം തന്നെ ബുദ്ധിയും ഉണ്ടെങ്കിൽ നല്ലത്. അപ്പൊ അതില്ലാതെ വരുമ്പോ ആൾക്കാർ പറയുന്നതായിരിക്കാം ചിലപ്പോ. ശരി, പൊതുവെ സിനിമയിൽ വരുമ്പോ സൗന്ദര്യം കൂട്ടാനായിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്? പിന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയിലുണ്ടോ? മലയാളത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ ആരെയും അങ്ങനെ എനിക്ക് അങ്ങനെ പേഴ്സണലി അറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സിനിമയിലേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ കുറെ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നതിന്റെ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു പോകുന്ന കുറെ ആക്ട്രസിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടി എന്ന് പറയുന്നത് ഇന്നർ ബ്യൂട്ടിയാണ്. ഇന്നർ ബ്യൂട്ടി മാത്രമല്ല, ഔട്ടർ ബ്യൂട്ടിയും കൂടി ആണ്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് യുവർ അപ്പിയറൻസ്. ബട്ട് ഐ എം സാറ്റിസ്ഫൈഡ്, വെരി മച്ച് സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി അബൌട്ട് മൈ ലുക്സ്. ഇപ്പോ മലയാളത്തിൽ തന്നെ പ്രയാഗയ്ക്ക് ഭയങ്കര നല്ലൊരു ഓഫർ കിട്ടാണ്, വായിലുള്ള വർക്ക്. ഫുൾ ടൈം ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തീറ്റയാണ്, ഇന്റർവ്യൂ ഒന്നും നടക്കണില്ല. ശരി, ഇപ്പൊ ആരെങ്കിലും വന്ന് പ്രയാഗയ്ക്ക് ഒരു ഉഗ്രൻ റോള് തരാണ് കേട്ടോ, ഒരു അഭിനയ സാധ്യതയുള്ള ഒരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു റോള് തരാം. പക്ഷേ പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലുക്സിലൊക്കെ കുറച്ച് മാറ്റം വരുത്തണം, കുറച്ചുകൂടി ഓവർ സൗന്ദര്യം അതേ ഉദ്ദേശിക്കുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂല. അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള റോള് പ്ലാസ്റ്റിക് സർജറി അണ്ടർഗോ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനിൽ ഒരു ഓഫർ വരുമോ എന്നതാണ് ഞാനിപ്പോ ആലോചിച്ചത്. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോ വന്നാൽ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ടാവില്ല. കാരണം ഒരു റോളിന് വേണ്ടി ജീവൻ പണയം വെച്ച് പ്ലാസ്റ്റിക് സർജറി പോയിട്ട് ഇഞ്ചക്ഷൻ കേട്ടാ പോലെ എനിക്ക് പേടിയാ. ഇഞ്ചക്ഷനൊക്കെ പറയുമ്പോ തന്നെ എനിക്ക് സൂചിയുടെ ഓർമ്മ. അതെ, എന്തിനൊക്കെയാ പേടിയുള്ളത്? ഇഞ്ചക്ഷൻ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ പേടിയെന്ന് മാത്രം. ഫോബിയ ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഹൈറ്റ്സും ആഴവും എനിക്ക് പേടിയാണ്. പ്രേതത്തെ പേടിയുണ്ടോ? പ്രേത സിനിമ കാണാൻ ഇല്ല. നല്ലൊരു റോളിന് വേണ്ടിയിട്ട് ബഞ്ചി ജമ്പിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യൂല. സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പൊതുവെ ചാലഞ്ചസ് ഇഷ്ടമുള്ള ആളും എടുക്കാൻ താല്പര്യമുള്ള ആളുമാണ്. നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് ചിലപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഐ മൈറ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇപ്പൊ അത്യാവശ്യം കുറെ പടങ്ങളിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയില്ലേ, സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് അഭിനയിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. ശരി, ഇപ്പൊ എന്തായാലും അതുപോലെ തന്നെ സിറ്റുവേഷൻ ഞാൻ തരാൻ പോണേ. പ്രയാഗ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു പറഞ്ഞാൽ മതി. പ്രയാഗയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് തരാൻ പോണേ കേട്ടോ. സിറ്റുവേഷൻ നമ്പർ 1. ഇപ്പൊ ഈ ഡിമോണിറ്റൈസേഷൻ നടക്കാണല്ലോ, നോട്ട് പിൻവലിക്കലിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലരുടെ അക്കൗണ്ടിൽ എന്തോ ആവശ്യമില്ലാത്ത കുറെ കള്ളപ്പണമൊക്കെ വരുന്നൊക്കെ കേൾക്കണോ. അപ്പൊ അങ്ങനെ പ്രയാഗ ഒരു ദിവസം നോക്കുമ്പോ പ്രയാഗയുടെ അക്കൗണ്ടില് ഒരു 350 കോടി വെറുതെ കിടക്കണു. എന്ത് ചെയ്യും? ഞാൻ അപ്പോഴും പറയും ഞാനെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നല്ല ചോദിച്ചേ, പ്രയാഗ പാട്ടിൽ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നല്ല ചോദിച്ചേ. എന്റെ മണി കാര്യങ്ങളെല്ലാം എന്റെ വൺ ആൻഡ് ഓൺലി ഡാഡി അപ്പയാണ് എന്റെ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ഞാൻ അപ്പോഴും പറയും, അപ്പാ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, എന്താ അപ്പാ ഹാൻഡിൽ ചെയ്യണ്ടേ, എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ നമ്മൾ ഈ കാശ് ചെലവാക്കുന്ന ചിന്തിക്കോ. കള്ളപ്പണം ഞാൻ ചെലവാക്കിയിട്ട് വേണം എന്നിട്ട് ഞാൻ അടുത്ത 10-50 വർഷത്തേക്ക് ജയിലിൽ കിടക്കാൻ ചോദിച്ചോന്നുള്ളൂ. അല്ല, ഈ അടുത്ത ഓസ്ട്രേലിയയിൽ ഇതുപോലെ വന്നൊരു 350 കോടി ആ കുട്ടി എടുത്ത് ചെലവാക്കിന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. കുട്ടി ബുദ്ധിമതിയാണല്ലോ.
പൈസയൊക്കെ വീഴുന്ന അക്കൗണ്ട് അച്ഛനാ നോക്കണേന്ന് പറഞ്ഞില്ലേ? പിന്നെ അല്ലാതെ അതിന്ന് ചില്ലി കാശ് എടുക്കണമെങ്കിൽ അച്ഛനോട് ചോദിക്കണം? ഒരിക്കലുമില്ല. എന്റെ അക്കൗണ്ട് നോക്കാൻ ഞാൻ തന്നെ അപ്പോഴും പറഞ്ഞിരിക്കണേ. എന്ത് ഷോപ്പിംഗ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അക്കൗണ്ടിൽ നിന്ന് കാശ് വലിക്കണേ? എനിക്ക് ഡ്രസ്സ്, പിന്നെ ഐ ലൈക്ക് കൂൾസ്, എനിക്ക് വാച്ചസ് ഇഷ്ട, ഷൂസ് ഇഷ്ട, പെർഫ്യൂംസ് ആൻഡ് ക്രീംസ്, ലോഷൻസ്, ഇപ്പൊ കൊറേ കാര്യങ്ങളായല്ലേ. ചുരുക്കത്തിൽ എല്ലാം ഇഷ്ടമാണ്. ഷോപ്പിംഗിനാണ് കാശ് പോകുന്നത്. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സിറ്റുവേഷൻ നമ്പർ 2. ഓക്കെ. പ്രേഗ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചിട്ടല്ലേ വരുന്നത്? അതെ. പ്രേഗ അങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ തിരക്കുള്ള ജംഗ്ഷനിൽ വെച്ചിട്ട് വണ്ടി ആദ്യം തന്നെ നിൽക്കുക. പ്രേഗ റേഡിയോ മാംഗോ ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അടുത്ത സെക്കൻഡില് പ്രേഗ റേഡിയോ മാംഗോയില് കേക്കാണ്, ദാ ഇന്ന ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു വണ്ടി നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ മുഴുവൻ ബ്ലോക്ക് ആണ് എന്നറിയാം. അപ്പൊ അവനവനെ കാര്യമാണ് റേഡിയോ കോളോട് വിളിച്ചു പറയണത്. അടുത്ത സ്റ്റെപ്പ് എന്താ പ്രേഗയുടെ? അടുത്ത സ്റ്റെപ്പ് ഞാൻ നോക്കും വാട്ട് ആക്ച്വലി വെന്റ് റോങ് എന്നുള്ളത്. ഞാനൊന്ന് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യും. എന്താ സംഭവം, പെട്ടെന്ന് വണ്ടി അങ്ങനെ നിന്ന് പോകാൻ എന്താ കാരണം? നോക്കൂ, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ നമ്മൾ ഇറങ്ങണമല്ലോ. ഇത് ഇറങ്ങാതെ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചേ എന്നുള്ളതൊന്ന് ഞാനൊന്ന് ആലോചിക്കും. എന്റെ വല്ല കുറ്റവും കുറവും കാരണമാണോ വണ്ടി നിന്ന് പോയെന്നൊന്ന് ആലോചിക്കും. ഇനി അതല്ല, എനിക്ക് പിടി കിട്ടുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഇറങ്ങുമ്പോഴേക്കും നമുക്കറിയാം കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ തുറന്നു പറയാ, ഓപ്പൺ ആയിട്ട് ഞാൻ സിറ്റുവേഷൻ ഡീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എനിക്കും പിടികിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ആരുടെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യും. ഇനി അവിടെ ഒരു ട്രാഫിക് പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അദ്ദേഹം നമ്മുടെ ഹെൽപ്പിനുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെയാണല്ലോ. ഐ ഹോപ്പ് എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. സത്യം പറ, എപ്പോഴെങ്കിലും ഇങ്ങനെ ജംഗ്ഷനിൽ പണി വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. പ്രയാഗിനെ കുറിച്ച് എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം കൂടി വാരിക്കോരി ഒരുമിച്ച് കൊടുത്തു. സൗന്ദര്യമാണെങ്കിൽ അങ്ങനെ, നല്ല ശബ്ദമാണെങ്കിൽ അങ്ങനെ, ഇഷ്ടം പോലെ ഓഫേഴ്സ്, ഭാഗ്യം, എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആളെന്ന്. ഇത് കേട്ടിട്ടേ എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ ശ്വാസം വിട്ടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ദൈവമേ ശാലിനി. ശരി, ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചുകൂടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്താ? ചിലർ പറയണേക്കാം കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഹെയർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയണേക്കാം. അങ്ങനെ പ്രയാഗം എന്താ സ്വയം തോന്നിയിട്ടില്ല? എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് എന്താണോ ദൈവം തന്നത്, ഐ എം ടോട്ടലി ഹാപ്പി. ടോട്ടലി. എന്റെ ഹൈറ്റ് ആവട്ടെ, എന്റെ വെയിറ്റ് പിന്നെ നമുക്ക് കുറയ്ക്കും കൂട്ടും ചെയ്യാം, എന്റെ ലുക്സ് ആവട്ടെ, ശബ്ദം, എന്തും, എന്റെ ലൈഫ്, ഇപ്പോഴത്തെ ഉള്ള എന്റെ ലൈഫ് എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അരിമണി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലവര പോലെ ഇരിക്കും. നമുക്കുള്ളതാണ്. അത് വേറെ ആർക്കും ആ സ്പേസ് എടുക്കാനും പറ്റില്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് ഇൻ ടൈം ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷെ എനിക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ഇന്റർവ്യൂലും ഈ അരിമണിയുടെ കഥ പറയാറുണ്ടല്ലേ? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു അരിമണി കഥ. ഇത് എന്നോട് ആരോ പറഞ്ഞാണ്, എനിക്ക് പെട്ടെന്ന് ഭയങ്കര ക്ലിക്കായി ഈ സംഭവം. എങ്ങനെ ഒരു മൂവി സെലക്ട് ചെയ്യണേ? കാരണം ഈ ഒരു വർഷം തന്നെ ഇപ്പൊ 6 പടായി എന്ന് പറഞ്ഞില്ലേ, ഓരോ മൂവി എങ്ങനെ സെലക്ട് ചെയ്യണേ? ഐ ഡു ഹാവ് ഫാക്ടേഴ്സ്. ഞാൻ ഇപ്പൊ സ്ക്രിപ്റ്റിന് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ നോക്കുന്നത് എന്റെ ക്യാരക്ടറിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, പ്രോമിനൻസ്, ആൻഡ് ഇഫ് മൈ ക്യാരക്ടർ കുഡ് ഗിവ് ഔട്ട് എ മെസ്സേജ് ടു ദ പീപ്പിൾ വാച്ചിങ് ഇറ്റ്, വെൽ ആൻഡ് ഗുഡ്. ഇന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ ചെയ്യില്ല എന്നൊക്കെ ഉണ്ടോ? ചിലർ പറയണേക്കാം ഇന്ന കാര്യം ഞാൻ ചെയ്യില്ല, ഇന്ന ഡ്രസ്സിംഗ് പാറ്റേൺ എനിക്ക് പറ്റില്ല, ഇന്റിമേറ്റ് സീൻസ് പറ്റില്ല, അങ്ങനെ പ്രയാഗയുടെ നോസ് എന്തൊക്കെയാ? അങ്ങനത്തെ കുറച്ച് നോസ് ഉണ്ട്. നമ്പർ 1 വുഡ് ബി ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഗ്ലാമറസ് റോൾസ്. ലിപ് ലോക്സ് ഞാൻ ചെയ്യില്ല. യു വിൽ നെവർ സീ മീ ഡൂയിങ് ദാറ്റ്. ഐ വുഡന്റ് ബി ഡോണിങ് എ ബിക്കിനി. നമ്പർ 3 ഐറ്റം സോങ്. നോ, ഐ വുഡന്റ് ഡു an ഐറ്റം സോങ്. ഒരു കുട്ടിയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കോ? ഇപ്പൊ പറ്റില്ല. ഇപ്പൊ ഞാൻ ചെയ്യില്ലായിരിക്കും. ഇപ്പൊ ഞാൻ ചെറുതല്ലേ അല്ലേ? അങ്ങനെ ഒരു സ്റ്റോറി, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ക്രിപ്റ്റ്. ദിസ് പെർട്ടിക്കുലർ തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ക്രിപ്റ്റ്. വളരെ ഡിറ്റർമിൻഡ് ആണ് ഈ ഇൻഡസ്ട്രിയിൽ. അതെ ശാലിനി, അതെ. പ്രയാഗയ്ക്ക് ഞാനിവിടെ ഇന്റർവ്യൂവിന് സ്പോട്ട്ലൈറ്റിന് വിളിച്ചപ്പോ ഏറ്റവും പേടി എന്തിനായിരുന്നു? ഞാൻ എന്ത് ചോദിക്കുന്നായിരുന്നു? GK. ഷോ, അതൊക്കെ പഠിച്ചിട്ടല്ലേ വന്നത്? അല്ല, ഞാൻ ഒരു കള്ളം പറഞ്ഞതാ, ഞാൻ പഠിച്ചിട്ട് വന്നു. ഈ സിനിമാ തിരക്കിനിടയ്ക്ക് പത്രമൊക്കെ വായിക്കാൻ നേരമുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. ശരിക്കും? എന്നിട്ട് എന്തിനാ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? വെറുതെ ചോദിക്കാ, പത്രമൊക്കെ വായിക്കുവോ? വായിക്കാൻ ചിലപ്പോ സമയം കിട്ടിയെന്നൊന്നും വരില്ല. പത്രം വായിച്ചോ? ഇന്ന് വായിച്ചില്ല. ഇന്ന് വായിച്ചു. ദൈവമേ, എന്താണാവോ? ജനറൽ നോളജ് ആണ് ഇതൊക്കെ. ചോദിക്ക്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇവിടെ നടക്കുന്ന പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സമൂഹത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയണമല്ലോ. ഞാന് ചില ആൾക്കാരുടെ പേര് പറയും. ഈ ആൾക്കാര് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടാണെന്നോ അല്ലെങ്കിൽ ആരാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. CK വിനീത്, നമ്മുടെ ഫുട്ബോൾ ടീമിന്റെ. ഏത് ഫുട്ബോൾ ടീം? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ഹി ഹാഡ് കം ടു വിസിറ്റ് അസ്. ഫുക്രിയുടെ സെറ്റിൽ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ഉപ്പ അങ്ങനെ ആക്കി. ശരി, എന്നാ കേക്കട്ടെ. ഉർജിത് പട്ടേൽ. ഞാൻ പറയില്ല, എന്നോട് ചോദിക്കണ്ട. RBI ഗവർണറുടെ പേരറിഞ്ഞൂടാ? എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കുഴിയിലാക്കും. അടുത്തത് MM മണി. ഇത് വേണമായിരുന്നോ ശാലിനി? ജീവിക്കുന്നുണ്ടെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഏത് മേഖലയെന്നാ തോന്നുന്നത്? MM മണി CK വരുന്നത് കേട്ടപ്പോ ഞാനൊന്ന് ശ്വാസം വിട്ടതാ.
എല്ലാം കൂടെ കേറി ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ. പൊളിറ്റിക്സ്. വെരി ഗുഡ്. പൊളിറ്റിക്സ്. ഓക്കെ. ഇനി ആരത്? എന്ത് ലൈറ്റ്സിലേക്ക് നോക്കണേ? എന്ത് ലൈറ്റ്സിലേക്ക് നോക്കണേ? ഇലക്ട്രിസിറ്റി. മിടുക്കി. താങ്ക് യു ശാലിനി. ശരി, മിസ്റ്റർ KG ജോർജ്. KG ജോർജ് നമ്മുടെ മിനിസ്റ്റർ ആണ്. KG ജോർജ് സിനിമാ മേഖലയിലുള്ള KG ജോർജ് സാറിന് അറിയില്ല? ഇല്ല. ഡയറക്ടറാണ്. അല്ലെങ്കിൽ KG ജോർജ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമായി പോയിട്ടോ. സിനിമാ മേഖലയിലുള്ള ഒരാള് സിനിമാ മേഖലയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇല്ല. ബാലൻഡിയോർ പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു? സിനിമ. ബാലൻഡിയോർ അല്ലേ? സ്പോർട്സിൽ അതെനിക്കറിയില്ല. ഏത് വിഭാഗം? അങ്ങനെ ബൈ ക്വസ്റ്റ്യൻസ് വരാൻ പാടില്ല. ശരി, ഫുട്ബോൾ. സ്പോർട്സ്. ഞാൻ പറഞ്ഞു. ഈ അടുത്ത ആർക്കാ കിട്ടിയത് ഇത്തവണ? ഇത് സബ് ക്വസ്റ്റ്യൻസ് പാടില്ല. ഒരു മെയിൻ ക്വസ്റ്റ്യന്റെ ഇത് റൈറ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ കുഴപ്പിക്കാനായിട്ട് സമ്മതിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓ മൈ ഗോഡ്. മറക്കില്ല. ഇഷ്ടാണ് ക്രിസ്ത്യാനോന്. പിന്നെ പുള്ളി ഏത് രാജ്യക്കാരനാ ക്രിസ്ത്യാനോ റൊണാൾഡോ? ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ ഇത് പറ്റില്ല കേട്ടോ. കൊറേ സബ് ക്വസ്റ്റ്യൻസ്. പോർച്ചുഗൽ ഇനി മറക്കോ? ഇല്ല, മറക്കില്ല. ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയല്ലോ. ഒരു രാജ്യത്ത് കൂടി ഡിമോണിറ്റൈസേഷൻ ഈ അടുത്ത് നടപ്പാക്കി. ഏത് രാജ്യമായിരുന്നു? US ആണോ? വെനസ്വേല. ഓക്കെ. സത്യം പറഞ്ഞ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് GK ക്വസ്റ്റ്യൻസ് ആൻസർ പറയാൻ സാധിച്ചത്. അതിന് ശാലിനിയോടും എന്തോ ഒരു പവർ ഉണ്ട് ഇവിടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പവറിനോട് ഞാൻ നന്ദി പറയും. പറഞ്ഞിടത്തൊന്നും കംപ്ലീറ്റ് ഉത്തരം കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയെന്ന് വെച്ചാൽ മതി. അതെ, പ്രേഗ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ട്. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത തീരുമാനങ്ങളാണെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ എന്റെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി പലവർക്കും പ്രേഗ ഒരു മെച്യൂർഡ് പേഴ്സൺ ആണെന്ന് പറയാൻ ഇടവരുത്താറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം You shouldn't be asking what, Shalini? ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചോദിക്കാൻ. The world knows my age, but should I be എന്താ ഞാൻ വിളിച്ച് പറയണോ? അത് പറഞ്ഞു എന്തായാലും ചോദിച്ചില്ലേ? I am 21 years old and still counting. വർത്താനം കേട്ടാലേ വളരെ മെച്ചോർഡ് ആയ ഓരോ ചോദ്യത്തിനും ഇങ്ങനെ ആലോചിച്ച് ഇനി ഞാൻ വല്ലതും ചോദിച്ചിട്ട് വേണം ശാലിനി അതിൽ കയറി പിടിച്ച് അടുത്ത ചോദ്യം ചോദിക്കാൻ എന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു ഉത്തരം പറയണേ. ചോദിക്കട്ടെ, എങ്ങനെയാ പ്രേഗയുടെ ഒരു ദിവസം തുടങ്ങണേ? ഷൂട്ട് ഇല്ലാത്തപ്പോ കോളേജിൽ പോണ്ടാത്ത ദിവസമാണെങ്കിൽ I'll be at home. അപ്പ രാവിലെ വർക്കിന് പോകും. അമ്മയടുത്ത് ഞാൻ പറയാം, അമ്മ നമുക്ക് പുറത്തു പോവാം, അമ്മ പുറത്തു പോയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം, വിൽ ഹാവ് എ മോമി ഡോട്ടർ ഡേ എന്നൊക്കെ പറയും. എന്നിട്ട് അമ്മയും ഞാനും ഞങ്ങളുടെ ലേഡി ഫ്രണ്ട്സിനൊക്കെ പോയിട്ട് കാണും. അമ്മയുടെ ഫ്രണ്ട്സും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ്, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനാണ്, എൻജോയ് ചെയ്യാനാണ് എനിക്ക്. വീട്ടിലിരിക്കാൻ വലിയ താല്പര്യമില്ല. വീട്ടിലിരിക്കാൻ താല്പര്യമാണ്, ഭയങ്കര മടിച്ചിയാ. മഴയൊക്കെ ഉള്ളപ്പം അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ വീട്ടില് ചുമ്മാ ബുക്സ് ഒക്കെ വായിച്ച് സിനിമ കാണാൻ വളരെ ഇഷ്ടമാണ്. വേറൊരു മൂഡാണ്. വീട്ടിലിരുന്ന് DVD ഒക്കെ ഇട്ട് ഓവർ എ കപ്പ് ഓഫ് കോഫി, നല്ല രസമാണത്. പിന്നെ ഒരു പണിയും ചെയ്യാണ്ട് പിന്നെ അങ്ങനെ അതും ഇഷ്ടമാണ്. വീടൊക്കെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കോ? വീട് അമ്മ, അത് അമ്മ. സ്വന്തം മുറിയൊക്കെയോ? എന്റെ മുറിയും ഒക്കെ അമ്മയുടെ ഹെൽപ്പ് ഒക്കെ വേണം. പറയാം, ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രേഗയുടെ മുറിയുടെ കോലം എന്തായിരിക്കും? എല്ലാം അടുക്കി പെറുക്കി നല്ല നീറ്റായിട്ട് അങ്ങനെ ആയിരിക്കും. എന്താ ഇപ്പോഴത്തെ കോലം എന്ന് പറയണം? ഇപ്പൊ നീറ്റ് ആവാനാണ് സാധ്യത. കാരണം ഞാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്റെ മുറിയിലേക്ക് ഒരു പോക്കുണ്ട്. എത്ര അപ്സൈഡ് ഡൗൺ ആണ് മുറിയെങ്കിലും അമ്മ അത് നീറ്റ് ആൻഡ് പ്രോപ്പർ ആക്കിയിടും. ദാറ്റ്സ് മൈ മോം. അമ്മ ഉള്ളോണ്ട് എന്റെ പൊന്നമ്മ. പൊതുവെ ഇത്തിരി അടുക്കിപ്പറക്കലുള്ളത് അമ്മയ്ക്കാണോ? മോൾക്കില്ല? മോൾക്ക് കിട്ടിയിട്ടില്ല? അമ്മയ്ക്ക് നല്ലോണം ഉണ്ട്. അമ്മയ്ക്ക് അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മയ്ക്ക് കൂടുതലാണേ, അത്രയ്ക്കൊന്നും എനിക്കില്ല. എനിക്കത് വരുത്താനും പറ്റില്ല. അമ്മയുടെയും കോൺസെപ്റ്റ് ഓഫ് നീറ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ഒരു വേറെ തരത്തിലാണ്. അയ്യോ, OCD ഒക്കെ ഉണ്ട് അമ്മയ്ക്ക്. പിന്നെ ഭയങ്കര ക്ലീൻ ആയിരിക്കണം അമ്മയ്ക്ക്. ഈ അമ്മ ഇടുന്ന ഡ്രസ്സ് വരെ പ്രോപ്പർലി അങ്ങനെയൊക്കെ ആയിരിക്കണം. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല. എന്റെ ഫ്രണ്ട്സ്, നീ ഇത് തന്നെയല്ലേടി ഇന്നലെ ഇട്ടെ, മിഞ്ഞാന്ന് ഇട്ടെ, ഇത് തന്നെയല്ലേ കുറെ, ഇത് മാത്രമേ ഉള്ളൂ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിക്കും. എപ്പോഴോ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എത്തിക്കും ഞാൻ. അപ്പൊ ഞാൻ ആ ഡ്രസ്സ്, ആ ഒരു ടോപ്പോ എന്താന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങനെ ഉപേക്ഷിക്കും. പിന്നെ വേറെ എണ്ണമായിരിക്കും. പിന്നെ ഒരു മാസത്തേക്ക് അതായിരിക്കും. ഇപ്പൊ കീറിയ ജീൻസ് ഇടാറില്ല? അതിന്റെ ഫേവറേറ്റ് ആണ് ടോൺ പാൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അത് മാറ്റി ഇപ്പൊ ഞാനൊരു ലെതർ ലെഗിൻസ് ആണ്. ഞാൻ വന്നപ്പോ നോക്കി, ഞാൻ ഒരു 10 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 8 പ്രാവശ്യവും ആ കീറിയ ജീൻസ് ഇട്ടാ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ പേർപ്പസ്ഫുള്ളി ഞാൻ വേറെ മാറ്റി പിടിച്ചു, ലെതർ ലെഗിൻസ് ഇട്ടു. പ്രയാഗ മാർട്ടിന് സ്പോട്ട്ലൈറ്റിൽ കൊടുക്കുന്ന ഈ റൗണ്ടിന്റെ പേരാണ് പഞ്ച് ക പഞ്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ച് ക പഞ്ച്. ഈ പ്രാവശ്യത്തിൽ ഞാൻ 5 വാക്കുകൾ പറയും. ആദ്യം എന്ത് മനസ്സിൽ വരണോ അത് പറഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോ. ഓക്കെ, ഡൺ. ഭാഗ്യനായിക അനുശ്രീ.
വൈ? അനുശ്രീ ചേച്ചി ചെയ്ത മൂവീസ് എല്ലാം ഹിറ്റ്സ് ആണല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു പേര് വിശേഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല പ്രയാഗയും ഭാഗ്യനായികയാണെന്ന് ഈ വർഷം. അത് പ്രേക്ഷകരും നിങ്ങളും ഒക്കെ തന്നെയാണത് പറയേണ്ടത്. സന്തോഷാണ് കേൾക്കുമ്പോ. തീർച്ചയായും ഭയങ്കര ഹാപ്പിയാണ്. കോളേജ് എന്ന് പറയുമ്പോ ടീച്ചേഴ്സ്, കോളേജ് എന്ന് പറയുമ്പോ ടീച്ചേഴ്സ് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ, അല്ലാണ്ട് കാണിച്ചു കൂട്ടിയ കുരുത്തക്കേടുകൾ, തോറ്റ ക്ലാസ്സുകൾ ഒന്നും ഓർമ്മയില്ല? ഞാൻ ഒരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കോ? നോക്കട്ടെ, ആദ്യം പറ, എന്നിട്ട് വിശ്വസിക്കാം. ഞാൻ ഇതുവരെ എക്സാമിന് തോറ്റിട്ടില്ല. പിന്നെ മാത്രല്ല കുരുത്തക്കേടുകള് കോളേജിൽ ഞാൻ കാണിച്ചിട്ടില്ല. വേറൊരു കാര്യമുണ്ട്, പോയാലല്ലേ കോളേജിൽ പോയാലല്ലേ ഇത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ? അത് ശരിയാണ്, അത് പോയിന്റ് ആണ്. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണോ? നല്ല അഭിപ്രായമാണ്. ടീച്ചേഴ്സിനെ വിളിച്ച് വിശ്വാസം. അതാണ് എല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണല്ലോ. ട്രോൾ എന്ന് പറയുമ്പോഴോ? ട്രോൾ എന്ന് പറയുമ്പോ ചിലരുടെ മുഖം എനിക്ക് മനസ്സിൽ വരണ്ട, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് നെയിംസ്. സ്റ്റാർട്ടിംഗ് ലെറ്റർ പറഞ്ഞാലും മതി, ഞാൻ ഊഹിച്ചെടുത്തോളാം. അയ്യോ നോ, വേണ്ട വേണ്ട, വെറുതെ എന്തിനാ ഞാൻ തന്നെ എന്റെ കുഴി തോണ്ടണേ. അതെ, നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ പറയോ? പറഞ്ഞുതരാം, അത് മതി. ബുദ്ധിക്കുറവ് എന്ന് പറയുമ്പോഴോ? ബുദ്ധിക്കുറവ് എന്ന് പറയുമ്പോ കഴുത, എന്തോ എനിക്ക് അതാണ് മനസ്സിൽ വന്നത്. പ്രൊപ്പോസൽ എന്ന് പറയുമ്പോ മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ്. ഓ, ഇത് പ്രൊപ്പോസൽ അല്ല, ഞാൻ ആ മൂവിയെ പറ്റിയല്ല പറഞ്ഞത്. പ്രൊപ്പോസൽസ് ഒക്കെ വളരെ മനോഹരമായിട്ട്, എന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത് നമ്മള് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ പ്രൊപ്പോസൽസ് കാണുമ്പോഴായിരിക്കും. ദേ ഡു ഇറ്റ് ഇൻ എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ പോസിബിൾ. അങ്ങനെയൊക്കെ കിട്ടാൻ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ? പിന്നെ അത് ആരിപ്പോ ആഗ്രഹിക്കാത്ത? എല്ലാ പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു വലിയൊരു കാര്യമാണ് മാരേജ്, വെഡിങ്. ജീവിതത്തിൽ എത്ര പ്രൊപ്പോസൽ കിട്ടിയിട്ടുണ്ട്? എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആണ് ഫണ്ണി നോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കിട്ടുമ്പോ നമ്മള് അത് അങ്ങനെ തന്നെ ഫൺ ബേസിസിലാണ് നമ്മൾ എടുക്കും. ഫാൻസിന്റെ അടുത്തൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഫാൻസ് എല്ലാം തമാശയാണ്. എല്ലാം തമാശയായിട്ട് എടുക്കണേ. എന്നാലും എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഓ, എണ്ണിട്ടൊന്നും ഇല്ല ശാലിനി. ഒരു 10 എണ്ണം? 10 കൂടുതൽ അറിയില്ല. എന്നെ കല്യാണം കഴിക്കോ, ഐ ലവ് യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസം അതൊക്കെ വായിക്കാനൊക്കെ. റിപ്ലൈ അയക്കും? ഇല്ല, അങ്ങനത്തെ ഉള്ളതിനൊന്നും ഞാൻ റിപ്ലൈ അയക്കില്ല. എന്നിട്ട് വേണം വല്ല സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ അത് വേറെ വല്ല ന്യൂസുമായി എന്തിനാ വെറുതെ വണ്ടി കൊടുത്ത് അടി വാങ്ങി. അതെ, സത്യം. അന്ന് സ്പോട്ട്ലൈറ്റിൽ വന്നപ്പോ പ്രയാഗ പറഞ്ഞാണ്, എല്ലാ ദിവസം കയറി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് എന്താ പ്രയാഗയെ കുറിച്ച് എല്ലാവരും എഴുതിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോഴും ഉണ്ട് ആ ശീലം? ഇപ്പോഴും ഉണ്ട് ആ ശീലം. ശരി. എന്തൊക്കെയാണ് പ്രയാഗിനെ കുറിച്ച് നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നത്? ഇതൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഗൂഗിളൊക്കെ നോക്കോ? അങ്ങനെ അല്ല, ഈ ഗോസിപ്പുകളൊക്കെ വല്ലതും പരക്കുന്നുണ്ടോ? ഇല്ല, ഗോസിപ്പുകളെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒരു പേടിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഗോസിപ്പിന് ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് പെട്ടെന്നൊന്നും ഗോസിപ്പ് പൊട്ടിമുളയ്ക്കൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു. ഉണ്ടാവില്ല. കറക്റ്റ്, അതാണ് എന്റെ ഒരു ധാരണ. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിച്ചിരിക്കുന്ന കൂടുതലും ഹീറോസ് യങ് ആൻഡ് അൺമാരീഡ് ആണ്. അപ്പം പോസിബിലിറ്റി ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. സോ അത്രേ ഉള്ളൂ. ഒരു ആക്ട്രസ് ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ഇപ്പൊ ഒത്തിരി പ്ലസസ് പറഞ്ഞു ആക്ട്രസ് ലൈഫിന്റെ, ഒരു ബുദ്ധിമുട്ടായിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? പേഷ്യൻസ് വേണം. നമ്മൾ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടുന്ന ഒരു മേഖലയാണിത്. 10 പേർക്ക് 10 ഐഡിയാസ് ആയിരിക്കും, 10 ഇൻഡിവിജ്വാലിറ്റീസ് ആയിരിക്കും, 10 തരം പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും ഒരു കാര്യത്തെ പറ്റി. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് വേണം. സിനിമയിൽ വന്നതിന് ശേഷമാണോ പേഷ്യൻസ് കൂടി, അതോ പണ്ടേ ഉണ്ടായിരുന്നോ? വളരെ ക്ഷമാശീലുള്ള കുട്ടിയായിരുന്നു? പണ്ടേ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഉണ്ടായിരുന്നു. സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ അത് വളരെ ഇതൊരു ആവശ്യമായ ഘടകമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ പ്രയാഗ, ഇനിയുള്ള സിനിമകൾ എനിക്കറിയാം, ഫുക്രി ഉണ്ട്, അത് കൂടാണ്ട് ദിലീപിന്റെ കൂടെ രാമലീല ഉണ്ട്. അതിനുശേഷം ഒന്നും സൈൻ ചെയ്തിട്ടില്ലല്ലോ? ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കൂടുതൽ ചോദിക്കണില്ല, ഇനി ഏതൊക്കെ സിനിമ ഉണ്ടെന്ന് വളരെ ഫോർമൽ ആയിട്ട് ചോദിക്കണില്ല. എനിക്ക് അറിയാം ഇന്ന സിനിമയുള്ളതെന്ന്. പക്ഷെ ഈ 2016 എത്രമാത്രം ഭാഗ്യം പ്രയാഗയ്ക്ക് കൊണ്ടുവന്നോ, അതേപോലെ തന്നെ 2017 ഇനിയുള്ള വർഷങ്ങളും എത്ര നാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു അത്രയും വർഷം ഇരിക്കട്ടെ. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് ഫോർമലായിട്ടാണ് സാധാരണ പോവാറുള്ളത്. പക്ഷെ ഇത് എനിക്കറിയില്ല, ചിലപ്പോൾ എന്റെ വെരി ഡിയർ ഫ്രണ്ട് ആയതുകൊണ്ടും ആയിരിക്കാം. ശാലിനി പൊതുവെ അങ്ങനെയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഗസ്റ്റിനെ പൊതുവെ വളരെ കംഫർട്ടബിൾ ആക്കാറുണ്ട്. ഓഫ്കോഴ്സ് യെസ്, GK ക്വസ്റ്റ്യൻസും പഞ്ചും ഒക്കെ ഇട്ട് കുഴപ്പിക്കാറുണ്ടെങ്കിൽ പോലും നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും. ഒരു ഫോർമൽ സംഭവം മറന്ന് ഇൻഫോർമൽ രീതിയിൽ നമ്മൾ മുഴുകി പോവാറുണ്ട്. അതെനിക്ക് മനസ്സിലായി. കാരണം ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ എത്ര ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു, 6-7 ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചു, അത് കംപ്ലീറ്റ് കഴിച്ചേർത്തു. അതിന്റെ ഇടയ്ക്ക് ഫോൺ നോക്കും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ സോറി എന്നിട്ട് വീണ്ടും ചോദിക്കും, ഇത്രയും ഫോർമൽ ആവണ്ട കേട്ടോ, ഫോർമൽ ആവാം. മിക്കവാറും സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങുമ്പോൾ 2 അടി കിട്ടാൻ ചാൻസ് ഉണ്ട് മിക്കവാറും, എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയുള്ള മൂവീസും ഇതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ഒക്കെ ആവട്ടെ കേട്ടോ. നമുക്ക് താങ്ക് യു സോ മച്ച് ശാലിനി. നമുക്കിനിയും കാണാം. സോ അടുത്ത ആഴ്ച